بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد وعلى آله وصحبه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى نبينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി الثاني عشر 12ാമത്തെ റുക്ന് അസ്സലാമു സലാം വീട്ടല ലിൽ ഖബരി സാബിഖി മുമ്പ് പറഞ്ഞ ഹദീസ് തക്ബീറു തഹരീമു തക്ബീറു തഹ്ലീലു തസ്ലീമു എന്ന് പറഞ്ഞല്ലോ. മുമ്പ് പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ബദലായി പറയുന്നു തഹ്ലീലുഹ നിസ്കാരത്തിൽ നിന്ന് ഹലാലാക്കല്, തസ്ലീമു സലാമാണ്, സലാം വീട്ടലാണ്. അപ്പോൾ എന്തിനാ ഹലാലാക്കാണ്? നിസ്കാരത്തിൽ കുറേ കാര്യങ്ങൾ ഹറാമായിരുന്നല്ലോ അല്ലേ. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞല്ലോ നിസ്കാരത്തിൽ പുറത്തുള്ള കുറേ കാര്യങ്ങൾ ഇതോടുകൂടെ ഹറാമാവും, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ തഹ്ലീൽ എന്ന് പറഞ്ഞാൽ തഹ്ലീലു മാ ഹറുമ ബിഹാ വയുബാഹു ഫി ഗൈരിഹ എന്നാണ് ഷർവാനക്കലീത്. നിസ്കാരം കൊണ്ട് തന്നെ ഹറാമായിരുന്നു, തിന്നൽ, കുടിക്കൽ, സംസാരിക്കൽ, ഇതെല്ലാം ഹറാമായല്ലോ. അപ്പോൾ അതിനെല്ലാം ഹലാലാക്കൽ. പിന്നെ വയജിബു ഈഖാഉഹു, ഈ സലാമിനെ സംഭവിപ്പിക്കണം ഇലന്തിഹാഇ മീമി അലൈക്കും, അലൈക്കും എന്നതിൻ്റെ മീമ് അവസാനിക്കുന്നത് വരെ അത് സംഭവിക്കണം. ഹാലൽ ഖുഊദി, ഇരിക്കുന്ന അവസ്ഥയിലായിട്ട്. ഔ ബദലിഹി, അല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ ബദല് മലർന്ന് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. വസദുറുഹു, ഏതവസ്ഥയിൽ ഇവൻ്റെ നെഞ്ചാകുന്നത് ലിൽ ഖിബിലത്തി, ഖിബിലയിലേക്കായിരിക്കണം. അപ്പം നെഞ്ച് ഖിബിലയിലേക്കായും കൊണ്ട് ഇരുത്തത്തിൽ നിന്ന് തന്നെ സംഭവിക്കണം. അപ്പോൾ നെഞ്ച് ഖിബിലയിൽ നിന്ന് തെറ്റിപ്പോയാലോ അസ്സലാമു അലൈക്കും മീമ അവസാനിക്കുന്നതിന് മുമ്പ്, അപ്പോൾ ഇസ്തിഖ്ബാലുൽ ഖിബിലത്ത് നഷ്ടപ്പെട്ടു, നിസ്കാരം ബാത്തിലായി. അങ്ങനെ ഇത് റുക്കനാണല്ലോ, അപ്പോൾ ഇത് നിസ്കാരം. അപ്പോൾ നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഇതിന് വേണമെന്നർത്ഥം. ഇതിന് മാത്രമല്ല രണ്ടാമത്തെ സലാമിനും വേണം എന്ന് ശേഷം പറയുന്നുണ്ട്. വൽമാന ഫീഹി അന്നഹു കാന മഷ്ഗൂലൻ. അപ്പോൾ ഈ സലാം വീട്ടുന്നതിൻ്റെ തസ്ലീമിൻ്റെ മഅന എന്താ? അത് മഷ്റൂ ആകാൻ കാരണം അന്നഹു കാന മഷ്ഗൂലൻ അനിൻ നാസി, ഇവന് ജനങ്ങളെ തൊട്ട് ജോലിയായിരുന്നു. ജനങ്ങളുമായിട്ട് എന്താണ് ബന്ധപ്പെടാതെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലായിരുന്നല്ലോ. ശഗല അൻഹു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൊട്ട് ഒഴിവായവനായിരുന്നു, അവരിലേക്ക് ശ്രദ്ധിക്കാത്തവനായിരുന്നു എന്നർത്ഥം. പിന്നെ ശഗല ബിഹി എന്ന് പറയും, അതുമായി ഏർപ്പെട്ടു എന്ന്. അപ്പോൾ ഇവൻ ജനങ്ങളുമായിട്ട് പിന്നെ ബന്ധപ്പെടാത്തവനായിരുന്നു നിസ്കാരമായതുകൊണ്ട്. സുമ്മ അഖ്ബല അലൈഹിം, പിന്നെ അവരിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ടൊരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ, ഒരാളിലേക്ക് തിരിയുമ്പോൾ അവിടെ ഒരു സലാം സുന്നത്ത് എന്ന പോലെ. ഏതുപോലെയൊക്കെ ഗായിബിൻ ഹലറ, ഒരു ഗായിബായ ആള്, പിന്നെ ഒരു സദസ്സിൽ സന്നിഹിതനല്ലാത്ത ആള്, അയാള് ഹലറ, ആ സദസ്സിലേക്ക് സന്നിഹിതനാകുമ്പോൾ അയാൾ സലാം പറയും പോലെ. അപ്പോൾ ഇയാൾ അള്ളാന്റെ ഹലറത്തിലായിരുന്നു, അള്ളാന്റെ മുനാജാത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ജനങ്ങളുടെ സദസ്സിലേക്ക്, അവരുടെ ഹലറത്തിലേക്ക് ഇങ്ങോട്ട് വന്ന പോലെയാണ്. അപ്പോൾ അവൻ്റെ മനസ്സുകൊണ്ട്, കൽബുകൊണ്ട് അങ്ങനെയാണ് നടത്തും. തടി കൊണ്ട്, ശരീരം കൊണ്ട് ചിലപ്പോൾ എന്താണ് ജനങ്ങളുടെ കൂടെ തന്നെ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ തന്നെയല്ലേ. അപ്പം അങ്ങനെ. ഇനി വാക്കല്ലുഹു അസ്സലാമു അലൈക്കും. അപ്പം തസ്ലീമിൽ ചുരുങ്ങിയത് അസ്സലാമു അലൈക്കുമാണ്. പിന്നെ അക്മൽ പറയുന്നുണ്ട് അലി അന്നഹു സാബിത്തു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക്കും എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് സ്ഥിരപ്പെട്ടത്. പിന്നെ ഫൈങ്കാല, അപ്പോൾ ഇനി ഇവൻ പറഞ്ഞാൽ അലൈക്ക എന്ന് പറഞ്ഞാൽ, അലൈക്ക എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് ബഹുവചനം അല്ലാതെ
അസ്സലാമു അലൈക്ക എന്നിങ്ങനെ മുഫ്രദാക്കി പറഞ്ഞാൽ, ഔ അസ്സലാമു അലൈക്കുമാ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കുമാ എന്ന് തസ്നിയാക്കി പറഞ്ഞു, ഔ സലാമി അലൈക്കും ഇങ്ങനെ പറഞ്ഞു. അലിഫ്ലാമില്ലാതെ ഇളാഫത്ത് കൊണ്ട് പറഞ്ഞു സലാമി അലൈക്കും. മുതഅമ്മിദൻ ആലിമൻ, ഇത് മതിയാകുന്നതല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, ബോധപൂർവമാണെങ്കിൽ ബത്തലത്ത് നിസ്കാരം ബത്തലായി പോവും. പിന്നെ അവിടെ ഈ അസ്സലാമു അലൈക്കുമാ എന്നുള്ളടത്ത് ആ അസ്സലാമു എന്നുള്ളത് അതിന് മുമ്പുള്ള അലൈക്കാന്റെ മുമ്പ് പറയലായിരുന്നു നല്ലത് എന്ന് ഷെർവാനി അങ്ങനെ കളി ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോ ഇനി ഔ അലൈഹിം, അതായത് അസ്സലാമു അലൈഹിം എന്നാണെങ്കിലോ പറയുന്നത് ഫല, അപ്പൊ നിസ്കാരം ബാത്തിലാവൂല. അപ്പൊ അത് മതിയാവോ? സലാമിനെ തൊട്ട് അത് മതിയാവോ? അത് മതിയാവൂല എന്നാണ്. ലാക്കിന്നഹു ലാ യുജ്സിഉ എന്നാണ് മോനി നിഹായൊക്കെ പറഞ്ഞത്. അപ്പൊ അത് മതിയാവൂല, നിസ്കാരം ബാത്തിലാവൂല എന്നേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു നുസ്ഖയില് മുതഅമ്മിദൻ അലിഫില്ലാതെ മുതഅമ്മിദുൻ ഉള്ളത്, അങ്ങനെയല്ല. മുതഅമ്മിദൻ ആലിമൻ ബത്തലത്ത് ഔ അലൈഹിം ഫല ലിഅന്നഹു ദുആഉൻ, അസ്സലാമു അലൈഹിം എന്ന് പറയുമ്പോൾ ദുആ ആണ്. പിന്നെ അപ്പൊ അസ്സലാമു അലൈക്ക എന്ന് പറയുമ്പോൾ അത് ദുആ അല്ലേ? അത് ദുആ ആണ് അല്ലെ? അതും ദുആ ആക്കാമല്ലോ. ജമ്മു അലൈഹിം ഗൈബത്തിന്റെ ലമീറാവുമ്പോ ദുആ, ഖിതാബിന്റെ ലമീറാവും സീഗയാവുമ്പോ ദുആ അല്ലാതെ, അതായത് അവിടെ ഖിതാബ് ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് നിസ്കാരം ബാത്തിലാകുന്നത്. നിസ്കാരത്തിൽ വേറെ ആരോടും ഖിതാബ് പാടില്ലല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞില്ല നമ്മള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമേ ഖിതാബുള്ളൂ, വേറെ ആരോടും ഖിതാബ് പാടില്ല. ആ ഖിതാബ് ഇട്ട നിസ്കാരം പാടില്ല. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ എന്താണ് നിസ്കാരം അവസാനിക്കുന്ന തഹ്ലീല് അത് ഖിതാബോടുകൂടെയാണ് വന്നിട്ടുള്ളത്. ആ വന്ന സീഗ പറയുമ്പോൾ നിസ്കാരം പാത്തിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് മങ്കൂലായ മസ്ഹൂറായ ആ സീഗ പറയുമ്പോൾ നിസ്കാരം പാത്തിലാവില്ല, കാരണം അത് മശ്റൂആണല്ലോ. അതല്ലാത്തതിലേക്ക് മാറ്റുമ്പോൾ ഈ ഖിതാബ് എന്നതാണ് അവിടെ വരിക. അപ്പൊ അതുകൊണ്ട് നിസ്കാരം പാത്തിലാവും. അതാണ് പറഞ്ഞത്. അലൈഹിം എന്ന് പറഞ്ഞാൽ ഖിതാബ് ഇല്ലാത്ത ദുആ ആണ് എന്നർത്ഥം. പിന്നെ വമറ ഇജ്സാഉ അലൈക്കുമുസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തഖ്ദീമും തഅഖീറും ആക്കിയിട്ട് അലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞാൽ മതിയാകുമെന്ന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. മാ കറാഹത്തിഹി, പക്ഷേ അത് കറാഹത്താണ്. തുഷ്തറത്തുൽ മുവാലാത്തു ബൈന അസ്സലാമി വ അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ രണ്ട് കലിമത്താണല്ലോ, അതിൻ്റെ ഇടയിൽ ഫസലുണ്ടാകാൻ പാടില്ല, മുവാലാത്ത് വേണം. വല്ല യസീദ ഔ യൻഖുസ എന്ന പോലെ അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. മായുഗയ്യിറുൽ മാന, മാന വ്യത്യാസപ്പെടുത്തുന്ന ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. നളീറ മാമറ ഫി തക്ബീർ തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടെ കഴിഞ്ഞത്, പിന്നെ കഴിഞ്ഞ പോലെ തന്നെ അതിന്റെ നളീറായിട്ട്. ഇനി വല്ലസഹു ജവാസു സലാമുൻ അലൈക്കും, അപ്പൊ അസ്സലാമു അലൈക്കും എന്നുള്ളിടത്ത് അലിഫിലാമ് കളഞ്ഞിട്ട് സലാമുൻ അലൈക്കും മതിയാവോ? മതിയാകും എന്നാണ് അസഹ് എന്ന് പറഞ്ഞത്. കമാ യജൂസു ബി തശഹുദി, പിന്നെ അതിന് ഇസ്തിദ്റാക്ക് വരുന്നുണ്ട്, മതിയാവൂലെന്നാ. കമാ യജൂസു ബി തശഹുദി, തശഹുദില് അക്കല്ലില് അങ്ങനെയല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുള്ളടത്ത് സലാമുൻ അലൈക അയ്യുഹൻ നബി മതിയാവുമല്ലോ. അപ്പൊ അതിന്റെ മേലെ ഖിയാസായും കൊണ്ടും പിന്നെ വലിയ ഖിയാമി തെൻവീൻ, ഇവിടെ സലാമുൻ എന്ന് പറയുന്ന തെൻവീൻ നിൽക്കുന്നതിന് വേണ്ടി മഖാമ അൽ അസ്സലാമു എന്ന് പറഞ്ഞാൽ അലിഫിലാമിന്റെ സ്ഥാനത്ത് നിൽക്കും. അതുകൊണ്ടും സലാമുൻ അലൈക്കും മതി എന്ന് പറഞ്ഞു. എന്നാൽ ഖുൽതു അല്ലസഹുൽ മൻസൂസു ലാ യുജ്സിഉഹു, അത് മതിയാവൂല. അസഹു മൻസൂസാണ്, അത് മതിയാവൂല. ബൽ തബുത്തുലു ബിഹി സലാത്തുഹു എന്ന് മാത്രമല്ല, സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. ഐ ഇൻ അലിമ വതഅമ്മദ. അപ്പൊ അവിടെ എന്താണ്, അത് വാരിദായതല്ലാത്തത് കൊണ്ട് അവിടെ ഖിതാബ് എന്നുള്ളതാണ് പരിഗണിക്കപ്പെടുക. ഖിതാബ് ഉണ്ടായാൽ ബാത്തിലാവില്ല. അങ്ങനെ വല്ലാഹു അലം. പിന്നെ ലിഅന്നഹു ലം യുൻഖൽ, കാരണം ഈ സലാമുൻ അലൈക്കും എന്നത് നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല. ബിഖിലാഫി സലാമി തശഹുദി, തശഹുദിന്റെ സലാമിൽ മതിയാകുന്നത് പോലെ എന്ന് പറഞ്ഞു. അവിടുത്തെ എന്താണ് സലാമിൽ അത് മങ്കൂലാണ്, നഖൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് മതിയാവൂല. പിന്നെ വത്തൻവീനു, രണ്ടാമത്തെ കാരണം പറഞ്ഞത് അലിഫിലാമിന്റെ സ്ഥാനത്ത് തൻവീൻ നിൽക്കുന്നല്ലേ, അത് നിൽക്കേയില്ല. വത്തൻവീനു ലാ യഖൂമു മഖാമ അൽ ഫി തഅരീഫി വൽ ഉമൂമി വഗൈരിഹിമാ,
അലിഫ്ലാമിന് കുറെ മാന ഉണ്ടല്ലോ. ഇവിടെ അസ്സലാമു എന്ന് പറയുമ്പോൾ താരീഫിന്റെ അലിഫ്ലാമാണ്, ഉമൂമുണ്ട്, അങ്ങനത്തെ പലതും ഉണ്ട്. അതിന്റെയൊക്കെ സ്ഥാനത്ത് ഈ അലിഫിൽ ഇത് നിൽക്കുവോ? അത് നിൽക്കൂലല്ലോ. പിന്നെ തൻവീന് വന്നാൽ മാരിഫ ആവൂലല്ലോ. അലിഫ്ലാം വന്നാൽ മാരിഫ ആവും. തൻവീന് വന്നാൽ ഇസ്തിഗ്റാഖ് ഉണ്ടാവോ? ഇല്ല. അലിഫ്ലാം വന്നാൽ ഇസ്തിഗ്റാഖ് ഉണ്ടാവും. അതാണ് ഉമൂമ് എന്ന് പറഞ്ഞത്. അങ്ങനെ പലതും ഉണ്ട്. വൽ വാജിബു മറത്തുൻ വാഹിദത്തുൻ, സലാം വീട്ടല് ഒരു തവണയാണ് നിർബന്ധം. അല്ലെങ്കിൽ വൽ വാജിബു മറത്തൻ വാഹിദത്തൻ, അത്തസ്ലീമു മറത്തൻ വാഹിദത്തൻ എന്നർത്ഥം. ഒരു വട്ടം സലാം ചെല്ലലാണ് നിർബന്ധം. റുക്കൻ അതേ ഉള്ളൂ. വലോമാ അദിമിൽ ഇൽത്തിഫാത്തിൻ, അത് വശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെയാണെങ്കിലും തല തിരിക്കാതെയാണെങ്കിലും, തല തിരിച്ചുകൊണ്ടുള്ള സലാമാണ് അക്മൽ. ശേഷം വരുന്നുണ്ട് ആ ഇൽത്തിഫാത്ത് ഇല്ലാതെ വെറും മുന്നോട്ടിരുന്നുകൊണ്ട് തന്നെ ആ തഹിയ്യാത്തിൽ ഖിബ്ലയ്ക്ക് മുഖമാക്കി ഇരിക്കല്ലേ ചെയ്യുക. അങ്ങനെ ഇരുന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, എന്നാലും മതി. കാരണം എന്താ? വാജിബ് കൂടും. കാരണം എന്താ? ഫഖദ് സഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലിമു മറത്തൻ വാഹിദത്തൻ തിൽഖാഅ വജ്ഹിഹി, അങ്ങനെ സ്വഹിയായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വട്ടം സലാം വിട്ടാറുണ്ടായിരുന്നു. തിൽഖാഅ വജ്ഹിഹി, മുന്നോട്ടിരുന്നു കൊണ്ട്, തിരിക്കാതെ, തല തിരിക്കാതെ എന്നർത്ഥം. മുഖത്തിന് നേരെ എന്നാണല്ലോ തിൽഖാഅ വജ്ഹിഹി എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ നേരെ. വയത്തജിഹു ജവാസു സിൽമി, സിൽമ് എന്ന പോലെ സലമ്. അപ്പൊ അസ്സിൽമു അലൈക്കും എന്നും പറയാം, അസ്സലമു അലൈക്കും, ഇത് രണ്ടും പറയൽ ജായിസാണെന്നാ ന്യായമായത്. യത്തജിഹു ജവാസു സിൽമി ബിക്കസ്രിൻ ഫസുക്കൂനിൻ, കസ്ർ കൊണ്ടും അതിന്റെ ശേഷമുള്ളതിന് സുക്കൂൻ, അത് അഫ സുക്കൂനിൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ അക്ഷരം സീന്, ലാമിന് സുക്കൂന്, സിൽം. ഒബി ഫതഹത്തൈനി സലമ് എന്ന്. അപ്പൊ സിൽമു അലൈക്കും, അതിന്റെ ശേഷം അലൈക്കും ഉണ്ട്. ഈ നവാബിഹി സലാമ, അതുകൊണ്ട് സലാം ഉദ്ദേശിച്ചാല്, കാരണം ലി അന്നഹു യതി ബിമാനാഹു, സലാമിന്റെ അർത്ഥത്തിന് സിൽമു സലമു രണ്ടും പറയാം. അപ്പൊ അത് ഉദ്ദേശിച്ച് പറഞ്ഞാല് അത് മതിയാകുമെന്ന. ഒബിഹി ഫാറഖ മാമർ ഫി സലാമി, സലാമി എന്ന് പറഞ്ഞതും ഇതും വ്യത്യാസമായത് അതുകൊണ്ടാണ്. കാരണം സലാമി എന്ന് പറഞ്ഞത് അസ്സലാമു എന്നതിന്റെ സ്ഥാനത്തല്ല. പിന്നെ ഇനി വല്ലസഹു അന്നഹു ലാ തജിബു നിയ്യത്തുൽ ഖുറൂജി, ഇനി സലാം വിട്ടുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് ഖാരിജാകുന്നു, നിസ്കാരം അവസാനിപ്പിക്കുന്നു എന്ന് എന്താണ് പൂർത്തിയാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണോ? അത് വേണ്ട. നിയ്യത്തുൽ ഖുറൂജി മിനസ്സലാത്തി, ഏതുപോലെയൊക്കെ സാഇരിൽ ഇബാദാത്തി, മറ്റു ഇബാദത്തുകളിലൊക്കെ പോലെ ഏത് ഇബാദത്തും അവസാനിപ്പിക്കുമ്പോൾ നിയ്യത്ത് വേണ്ട, തുടങ്ങുമ്പോൾ നിയ്യത്ത് വേണം, അത്രയേ ഉള്ളൂ. ഒളു തീരുമ്പോൾ ഒളു തീരുകയാണ് എന്ന് നിയ്യത്ത് വേണോ? വേണ്ട. നോമ്പ് തീരുമ്പോൾ നിയ്യത്ത് ചെയ്യണോ? വേണ്ട. പിന്നെ വലിയ അന്നൻ നിയ്യത്ത് തലീഖു ബിൽ ഫിഅലി, പിന്നെ പറഞ്ഞ് നിയ്യത്ത് എന്നുള്ളത് അത് ഫിഅലിനോടാണ് യോജിക്കുക. വലിയ അന്നൻ നിയ്യത്ത തലീഖു ബിൽ ഫിഅലി ദൂന തർക്കി, അതായത് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിനോടാണ് നിയ്യത്ത് യോജിക്കുക. അപ്പോഴാണ് തുടക്കത്തിൽ നിയ്യത്ത് വേണമെന്ന് പറഞ്ഞത്. തെർക്ക് ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിന് നിയ്യത്ത് വേണ്ട, അതിനോട് യോജിപ്പില്ല. അപ്പൊ നിസ്കാരം അവസാനിക്കുന്നു, പൂർത്തീകരിക്കുന്നു എന്നതിന് വേറെ നിയ്യത്തിന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഫന്തഫ ഖിയാസുൽ മുഖാബിലി, അപ്പൊ ഈ മുഖാബിൽ, ഈ ഇവിടെ അസഹല്ലേ പറഞ്ഞു, വല്ല സഹു അന്നഹു ലാ തജിബ്, അവിടെ അസഹിന്റെ മുഖാബില് ഈ പിന്നെ അവസാനിക്കുന്നു എന്നതിന് തുടങ്ങുന്നു എന്നതിന്റെ മേൽ ഖിയാസാക്കിയും കൊണ്ടാണ് നിയ്യത്ത് വേണം എന്ന് പറഞ്ഞത്. ഖുറൂജിന്റെ നിയ്യത്ത് വാജിബ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ബാത്തിലായി. ഫന്തഫ അതിന് ഖിയാസുൽ മുഖാബിലി, മുഖാബിലിന്റെ ഖിയാസ് അതോടുകൂടെ പോയി. വലൈഹി, അപ്പൊ അതിന്റെ മേലെടുത്താൽ യജിബു കർണു, അതായത് ആ മുഖാബിലിന്റെ മേലെടുത്താല് നിർബന്ധമാണെന്ന് പറയുമ്പോ എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? യജിബു കർണു, അത് ചേർന്ന് വരണം. ബി അവ്വലി സലാമി, സലാമിന്റെ തുടക്കത്തിനോട് ചേർന്ന് വരണം. അസ്സലാം എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ ഈ നിയ്യത്ത് ഉണ്ടാകണം. കമായുസന്നു അലൽ ആലി ഖുറൂജൻ മിനൽ ഖിലാഫി, കമായുസന്നു അലൽ അവ്വലി എന്നായിരിക്കും. ഇവിടെ കിതാബിലെ നുസ്ഖയിൽ അലൽ ആലി എന്നാ. ആലിന്റെ വർത്താനൊന്നും ഇവിടെ അല്ലല്ലോ. പിന്നെ
കമാ യുസന്നു അലൽ അവ്വലീൻ. അതാ അവലിന്റെ മേലെ അത് സുന്നത്തായതുപോലെ. ഏത് സുന്നത്തിന്? ആ കർണ് അവ്വലുസലാമിനോട് ചേർന്ന് വരിക എന്നുള്ളത് സുന്നത്തായതുപോലെ. എന്തിനാണത്? ഖുറൂജം മിനൽ ഖിലാഫ്. ഇത് അസഹിന്റെ താനിയായ ഖിലാഫല്ലേ, അപ്പൊ അത് പരിഗണിച്ചിട്ട് അതിൽ നിന്ന് ഒഴിവാകാൻ. ഫൈൻ ഖദ്ദമഹ, അപ്പൊ ഈ നിയ്യത്തിനെ മുന്തിച്ചു. ഏത്? നിയ്യത്തുൽ ഖുറൂജ് ഉണ്ടല്ലോ, അലൈഹി അവ്വലുസലാമിനേക്കാൾ മുന്തിച്ചാൽ ബത്തലത്ത്, നിസ്കാരം ബാത്തിലാകും. അലൈഹിമാ, ഈ അവലിന്റെയും മുഖാബിലിന്റെയും രണ്ടഭിപ്രായത്തിന്റെ മേലെ നിസ്കാരം ബാത്തിലാകും. ഏതുപോലെ? കമാലോ അഖറഹാൻ അവലിഹി അലൽ ലഈഫി, ഈ മുഖാബിലായ ലഈഫായ അഭിപ്രായം ഉണ്ടല്ലോ, അതിന്റെ മേലെടുത്തിട്ട് അവ്വലു സലാമിനേക്കാൾ പിന്തിച്ചാലും നിസ്കാരം ബാത്തിലാകും എന്ന പോലെ. അപ്പോ ഇതിന്റെ മുഖാബിലിന്റെ മേലെടുത്താൽ അവലിനോട് ചേർന്നിട്ടാണ് വരേണ്ടത്. അതിനു മുമ്പോ അല്ലെങ്കിൽ അതിന്റെ ശേഷമോ ആണ് നിയ്യത്ത് എന്നെങ്കിൽ നിസ്കാരം ബാത്തിലായി പോവും. പിന്നെ ഖീല യുസ്തസ്ന അലൽ അസഹി മസ്സലത്തും വാഹിദ. ഇപ്പൊ തഹല്ലുലിന്റെ നിയ്യത്ത് ഒരു സ്ഥലത്തും നിർബന്ധം ഇല്ല എന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. തഹല്ലുലിന്റെ നിയ്യത്ത് ഒരു സ്ഥലത്തും നിർബന്ധം ഇല്ല. എന്നാൽ ഒരു മസല അതിന് ഇസ്തിസ്ന ചെയ്യണമെന്നാണ് പറയുന്നത്. ഇസ്തിസ്ന അലൽ അസഹി, ഈ തഹല്ലുലിന്റെ നിയ്യത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അസഹിന്റെ മേലെടുത്തിട്ട് ഇസ്തിസ്ന ചെയ്യപ്പെടും. മസ്സലത്തുൻ വാഹിദത്തുൻ, ഒരു മസല. തജിബു ഫീഹ, ആ മസലയിൽ നിർബന്ധാണ് നിയ്യത്തു തഹല്ലുലി, തഹല്ലുലിന്റെ നിയ്യത്ത് നിർബന്ധാണ്. ഏതാണ് ആ മസല? വഹിയ മാലവ് അറാദ മുത്തനഫിലുൻ, സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ ഉദ്ദേശിച്ചു. എങ്ങനത്തെ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാ? നവ അദദൻ, ഒരു നിശ്ചിത എന്താണ് എണ്ണം കരുതിക്കൊണ്ടാണ് നിയ്യത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരുങ്ങിയത്. ഉദാഹരണത്തിന് 4 റക്അത്ത് തുടർച്ചയായി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ എന്ത് ചെയ്ത്? തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത്. അങ്ങനെ മുത്തലക്ക് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാമല്ലോ 4 വിചാരിച്ചിട്ട്. അപ്പൊ ഇയാൾ എന്ത് വിചാരിച്ചു? അൻ നഖ്സൻഹു, ആ അദദിനെ തൊട്ട് ചുരുക്കാൻ വിചാരിച്ചു എന്നാ. അപ്പൊ നവ അദദൻ എന്ന് പറഞ്ഞത് മുത്തനഫിലിന് സിഫത്താണ്. ഈ അറാദ എന്നുള്ളതിന്റെ മഫൂലാണ് നഖ്സ. ഇവൻ എന്തുദ്ദേശിച്ചു? ആ മുത്തനഫില് നഖ്സ് ചുരുക്കാൻ വിചാരിച്ചു. അൻഹു, ആ കരുതിയ അദദിനെ തൊട്ട് ചുരുക്കാൻ വിചാരിച്ചു. അപ്പോ ചുരുക്കാൻ വിചാരിച്ചാൽ എന്താക്കണം? അവിടെ തഹല്ലുലിന്റെ നിയ്യത്ത് നിർബന്ധമുണ്ട്. അപ്പോ 2 നിസ്കരിച്ചിട്ട് സലാം വീട്ടാൻ കരുതി നിൽക്കുക. 4 നിസ്കരിക്കാനാണ് നിയ്യത്ത് ചെയ്ത്, എന്നിട്ട് 2 നിസ്കരിച്ച് സലാം വീട്ടാൻ കരുതിയാല് ആ 2 നിസ്കരിച്ച് തീർന്ന് സലാം വീട്ടുമ്പോൾ തഹല്ലുലിന്റെ നിയ്യത്ത് നിർബന്ധമുണ്ട്. ഖുറൂജും മിന സലാത്തിന് നിയ്യത്ത് നിർബന്ധമുണ്ട് എന്നാ പറഞ്ഞത്. അതിന് കാരണം പറഞ്ഞില്ല, ഇത്തിയാനിഹി ബി സലാത്തിഹി, ഈ മസല ഇസ്തിസ്ന ചെയ്യണം എന്നതിന് കാരണം ഇത്തിയാനിഹി, അവൻ കൊണ്ടുവന്നു, ബി സലാത്തിഹി, അവന്റെ നിസ്കാരത്തില് ബിമാ ലം തഷ്തമിൽ അലൈഹി, ഒരു കാര്യം കൊണ്ടുവന്നു. ലം തഷ്തമിൽ അലൈഹി, ആ കാര്യം ഉൾക്കൊണ്ടിട്ടില്ല. എന്ത്? നിയ്യത്തുഹു, ഇവന്റെ നിയ്യത്ത് ഉൾക്കൊണ്ടിട്ടില്ല. ഫവജബ ഖസ്ദുഹു ലിത്തഹല്ലുലി, അപ്പൊ അത് കരുതണം. ഫവജബ ഖസ്ദുഹു, പിന്നെ അപ്പൊ ആ ഒരു കാര്യം കരുതണം. ഖസ്ദുഹു എന്ന് പറഞ്ഞാൽ മാലം തഷ്തമിൽ അലൈഹി നിയ്യത്തുഹു എന്ന് പറഞ്ഞാൽ, പിന്നെ അപ്പൊ ആദ്യം 4 റക്അത്ത് നിസ്കരിക്കാൻ കരുതി, ഇപ്പൊ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടാണ്. അപ്പൊ ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടും എന്നുള്ളത് ആദ്യത്തെ നിയ്യത്ത് ഉൾക്കൊണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതിനെ കരുതണം, തഹല്ലുലിന് വേണ്ടി അതിനെ കരുതണം എന്ന് പറഞ്ഞു. ഖാലഹുൽ ഇമാമു, ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലാഹ് പറഞ്ഞതാണ് ഇന്ദഹ. എന്നിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നു വഫീഹി നളറുൻ, ഇമാമുൽ ഹറമൈനി പറഞ്ഞതിൽ നളറുണ്ട്. വമിമ്മാ യദ്ഫഉഹു, ആ പറഞ്ഞതിനെ ദഫ് ചെയ്യുന്നതിൽ പെട്ടതാണ്. നളറുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് എന്താണ് നളർ വിശദീകരിച്ച് അത് മദ്ഫൂആണ്, മുന്തഫിയാണ് എന്ന് പറയാം, മർദൂദാണെന്നാ പറയുന്നത്. അന്നഹു ലാ യജൂസു ലഹു നഖ്സു, ഇവന് ചുരുക്കൽ ജായിസല്ല. ഇങ്ങനെ നിശ്ചിത എണ്ണം കരുതിയിട്ട് പിന്നെ ചുരുക്കാൻ വിചാരിച്ചാൽ ചുരുക്കൽ ജായിസല്ല. ഇല്ലാ ബി നിയ്യത്തിഹി ഇയ്യാഹു ഖബ്ല ഫിഅലിഹി, അവൻ നിയ്യത്ത് ചെയ്തുകൊണ്ടല്ലാതെ അവന് നഖ്സ് ജായിസല്ല. എന്തിനെ നിയ്യത്ത് ചെയ്യണം? ഇയ്യാഹു, ആ നഖ്സിനെ നിയ്യത്ത് ചെയ്യണം. ഖബ്ല ഫിഅലിഹി, ആ നഖ്സ് ചെയ്യുന്നതിന്റെ മുമ്പ്. അപ്പൊ 2 റക്അത്ത് സലാം വീട്ടാണ് എന്നുള്ളത് അതിന് മുമ്പൊന്ന് നിയ്യത്ത് ചെയ്യണം. ഹീനയിദിൻ, അങ്ങനെ പറയുമ്പോ തബുത്തുലു ഇല്ലത്തുഹുൽ മദ്കൂറത്തു, ഇമാമുൽ ഹറമൈനി പറഞ്ഞ നേരത്തെ ഇല്ലത്ത് ബാത്തിലാവും. ലി ഇത്തിയാനിഹി ബി സലാത്തിഹി ബിമാലം തഷ്തമിൽ അലൈഹി നിയ്യത്തുഹു എന്ന് പറഞ്ഞില്ലേ, അത് ബാത്തിലായി. കാരണം എന്താ? ലി അന്ന നിയ്യത്തഹു, കാരണം ഇവൻ നിയ്യത്ത് ചെയ്യ, ലി നഖ്സി, നഖ്സിനെ നിയ്യത്ത് ചെയ്യ, മുത്തലമ്മിനത്തിന്റെ ഉൾക്കൊള്ളുന്നതാണ്. ലി സലാമിഹി, അവന്റെ സലാമിനെ ഉൾക്കൊള്ളിക്കുന്നതാണ്.
അല്ലത് ഏത് സലാമിനെ? അറാദഹു, ഇവൻ ഉദ്ദേശിച്ച സലാമിനെ. അപ്പൊ നഖ്സ് 2 റക്അത്തായി ചുരുക്കുന്നു എന്ന് കരുതുമ്പോ 2 റക്അത്തിൽ സലാം കിട്ടുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിൽ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അപ്പൊ നേരത്തെ ഉൾക്കൊള്ളിക്കാത്ത ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ശരിയാവില്ല. ഫലം യഹ്തജ് നിയ്യത്തിൻ ഉഖ്റ, അപ്പൊ ഇനി മറ്റൊരു നിയ്യത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനി വലഅല്ല മഖാലത്തൽ ഇമാമി, ഇമാമുൽ ഹറമൈൻ പറഞ്ഞതിന് ന്യായം പറയുന്നത് ഒരുപക്ഷെ അതായിരിക്കാം. മഖാലത്തൽ ഇമാമി ഹാദിഹി, ഈ ഇക്കൗലായിരിക്കാം, ഈ മഖാലത്തായിരിക്കാം. മബ്നിയ്യത്തുൻ, അത് എടുക്കപ്പെട്ടതായിരിക്കാം. അല അന്നഹു ലാ തജിബു നിയ്യത്തുൻ നഖ്സി ഖബ്ല ഫിഅലിഹി, ആ ഫിഅലിന്റെ മുമ്പ്, ആ നഖ്സ് ചെയ്യുന്നതിന്റെ മുമ്പ് നഖ്സ് കരുതേണ്ടതില്ല എന്ന അഭിപ്രായത്തിന്റെ മേലെടുത്തതായിരിക്കാം. അന്നേരം പിന്നെ ആ പറഞ്ഞ ഇല്ലത്ത് ശരിയാവും. കാരണം ദൈവം ചെയ്യാൻ പോകുന്ന സലാമു എന്ന് പറഞ്ഞത് ഇവന്റെ നിയ്യത്ത് ഉൾക്കൊള്ളാത്ത കാര്യമാണല്ലോ. അപ്പോൾ തഹല്ലുല് കരുതണം എന്ന് പറഞ്ഞത് ശരിയാവും. ഇനി അക്മലുഹു, ആ സലാമിന്റെ അക്മല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, എന്നിട്ട് മറത്തൈനി യമീനൻ വശിമാലൻ മുൽത്തഫിത്തൻ ബിൽ ഊലാ ഹത്താ യുറാ ഖദ്ദുഹുൽ അയ്മനു വഫി സാനിയത്തിൽ ഐസറു നാവിയൻ അസ്സലാമ അലാമൻ അൻ യമീനിഹി വയസാരിഹി മിൻ മലായിക്കത്തിൻ വഇൻസിൻ വജിന്നിൻ എന്നിങ്ങനെയാണ് പൂർണ്ണരൂപം പറയുന്നത്. പിന്നെ വാക്മലുഹു അസ്സലാമു വയുസന്നു അല്ലാ യമുദ്ദ ലഫ്ലഹു ലിൽ ഖബറി സഹീഹി ഫീഹി, ഈ സലാമിന്റെ ലഫ്ലിനെ നീട്ടരുത്, നീട്ടാതിരിക്കൽ സുന്നത്താണ്. സ്വയ്യായ ഹദീസ് ഉള്ളത് കൊണ്ട് ഫീഹി, ഏതില്? ആ മദ് ചെയ്യാതിരിക്കുക എന്നതില്, മദ് ചെയ്യാതിരിക്കുന്നതിൽ സ്വയ്യായ ഹദീസ് ഉണ്ട്. എന്താണ് പറഞ്ഞത്? അത് മിനസുന്നത്തി ഹദുഫുസ്സലാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദുഫുസ്സലാം സുന്നത്തിൽപ്പെട്ടതാണ്. ആ ഹദുഫുസ്സലാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താണ്? തെർക്കുൽ മദ്ദാണ് ആ ഹദഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹദഫുസ്സലാമി സുന്നത്തുൻ. അപ്പൊ ഹദഫ് എന്ന് പറഞ്ഞാൽ അപ്പൊ എവിടെ നീട്ടാതിരിക്കാന്ന്? ലാമിന്റെ ശേഷമുള്ള അലിഫല്ല അതിൽ നീട്ടാനുള്ളൂ. അസ്സലാം ഇങ്ങനെ നീട്ടാതിരിക്കുക. പിന്നെ അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നിങ്ങനെ, അലൈക്കും വറഹ്മത്തുള്ളാ അലി അന്നഹുൽ മൗസൂറു, അതാണ് മൗസൂർ. വറഹ്മത്തുള്ളാ അത് മൗസൂറാണ്. അപ്പൊ ഇവിടെ മൗസൂർ എന്ന് പറഞ്ഞ മുമ്പും അക്കല്ല് പറഞ്ഞപ്പോഴും അത് മങ്കൂലാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് അക്കല്ലായിട്ട് അത് മങ്കൂലാണ്, ഇത് അക്സറായിട്ട് മങ്കൂലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദൂനവ ബറക്കാത്തുഹു, ബറക്കാത്തുഹു എന്നതില്ലാതെ, അത് പറയാൻ അക്മലിൽ പെട്ടതല്ല. ഇല്ലാ ഫിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിൽ ഒഴികെ. ജനാസ നിസ്കാരത്തിൽ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു ഉണ്ട്. ബറക്കാത്തുഹു ഉണ്ടോ ഇല്ല എന്നുള്ളതിൽ ഖിലാഫുണ്ടല്ലോ. പിന്നെ വഅ്തുരിദ ബിഅന്ന ഫീഹി അഹാദീസ സഹീഹ, യദി വബറക്കാത്തുഹു വേണ്ടാന്ന് പറഞ്ഞല്ലോ. പിന്നെ ആ വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായം ദൂന ബറക്കാത്തുഹു എന്ന് പറഞ്ഞതിന് ഇത്റാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിഅന്ന ഫീഹി, ആ ബറക്കാത്തുഹു എന്നതിലുണ്ട് അഹാദീസ സഹീഹ, സ്വഹീഹായ ഹദീസുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോ ബറക്കാത്തു പറഞ്ഞ കുഴപ്പമില്ല എന്നുള്ളിടത്താണ് എന്ത്? മറ്റ് നിസ്കാരങ്ങളിലും, ജനാസസ്കാരത്തിൽ മാത്രമല്ല മറ്റ് നിസ്കാരങ്ങളിലും ബറക്കാത്തുഹു പറയാം എന്നുള്ളതാണിപ്പോ ഇബ്നു ഹജർ റഹിമഹുല്ലാന്റെ മയലാണ്. കാരണം വഅ്തുരിദ ബിഅന്ന ഫീഹി അഹാദീസ സഹീഹ എന്നല്ലേ പറഞ്ഞത്. അഹാദീസ സഹീഹ ഒരു റിവായത്തും അല്ല, കുറെ ഹദീസ് ഉണ്ട് എന്നല്ലേ. ഇനി മറത്തൈനി യമീനൻ മറത്തൻ വഷിമാലൻ മറത്തൻ, ഇങ്ങനെ അസ്സലാമു അലൈക്കും 2 തവണ. വയുസന്നുൽ ഫസ്ലു ബൈനഹുമ, അത് രണ്ടിന്റെ ഇടയിൽ ഫസ്ൽ ചെയ്യൽ സുന്നത്താണ്. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചൊന്ന് ഒരു മൗനം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിട്ടുക. മുൽത്തഫിത്തം ഫിൽ മറത്തിൽ ഊല, ഒന്നാമത്തെ സലാമില് തിരിയണം, തിരിഞ്ഞവനായ നിലയിൽ. ഹത്താ യുറാ ഖദ്ദുഹുൽ അയ്മനു, ഇവന്റെ വലത്തെ ഹദ് കാണുന്നത് വരെ കാണപ്പെടുക. എവിടെ കാണുക? ആര് കാണുക? പിന്നിലുള്ള ആള് വലത്തെ ഹദ് കാണുന്നവരെ അങ്ങോട്ട് തിരിയണം. അപ്പൊ 90 ഡിഗ്രി തിരിയണം എന്നർത്ഥം വലത്തോട്ട്. പിന്നെ ലാ ഹദ്ദാഹു, അവന്റെ 2 ഹദ്ദും കാണുന്ന രീതിയിൽ തിരിയലല്ല. 2 ഹദ്ദും കാണണമെങ്കിൽ പിന്നെയും തിരിയേണ്ടി വരും. ബാക്കിലോട്ട് പരമാവധി എന്താക്കണം? തിരിക്കേണ്ടി വരും. ഇപ്പൊ സാധാരണക്കാർക്ക് കഴിയൂല. ഏതായാലും അത് മശ്റൂഇല്ല എന്നർത്ഥം. ആർക്കെങ്കിലും അങ്ങനെ ഇപ്പുറത്തെ ഇടത്തെ
കവളും കൂടി വലത്തോട്ട് സലാം കിട്ടുമ്പോൾ ഇടത്തെ ഹദ്ദും കൂടി പിന്നിലുള്ള ആളിന് കാണുന്ന രീതിയിൽ തിരിയാൻ പറ്റുന്ന ആളുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും തിരിക്കൽ സുന്നത്തുണ്ടോ? അതില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒഫിൽ മറത്തി സാനിയത്തി, ഈ അഭ്യാസമൊക്കെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ കഴിയും അങ്ങനെ. ഒഫിൽ മറത്തി സാനിയത്തി, രണ്ടാമത്തെ മറത്തിലെ ഹത്തായുറ ഹദ്ദുൽ ഐസറു, ഇടത്തെ ഹദ്ദ് കാണണം, ലാ ഹദ്ദാഹു, അവിടെ 2 ഹദ്ദും കാണണ്ട. ഇത്ര എന്താണ് അപ്പോൾ രണ്ടാമത്തതിൽ ഷിമാലായിട്ട് ഇടത്തോട്ടാണല്ലോ തിരിയുക, ഊലയിൽ വലത്തോട്ടും തിരിയുക. ലിൽ ഹദീസ് സഹീഹ് ബിദാലിക്ക, അതിലുള്ള സ്വഹിയായ ഹദീസ് ഉള്ളത് കൊണ്ട്. പിന്നെ ഇനി തഹറുമുസാനിയത്തു, രണ്ടാമത്തെ സലാം വിട്ടൽ ഹറാമാകും. അപ്പോൾ ഇൻ ഉചിതമാഹ, ആ രണ്ടാമത്തെ സലാമിന്റെ കൂടെ എത്തിക്കപ്പെട്ടാൽ, അത് ചെല്ലുന്ന അവസരത്തിൽ, ഔ ഖബലഹ, അല്ലെങ്കിൽ ആ രണ്ടാമത്തെ സലാം വിട്ടുന്നതിന്റെ മുമ്പ്, അതായത് ഒന്നാമത്തെ സലാം വീട്ടി കഴിഞ്ഞ് ആ രണ്ടാമത്തെ സലാം വിട്ടുന്നതിന്റെ മുമ്പായിട്ട് എത്തിക്കപ്പെട്ടാൽ, എന്ത് മുബുത്തിലുൻ, നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, കഹദസിൻ, അശുദ്ധി ഉണ്ടായി, ഒതു മുറിഞ്ഞുപോയി, ഒന്നാം സലാം വീട്ടി കഴിഞ്ഞിട്ടാണ്, എന്നതിന് രണ്ടാമത്തെ സലാം വീട്ടാൻ പാടില്ല. എന്ന പോലെ എന്ത് ഖിബിലയിൽ തെറ്റിപ്പോയി, ഇസ്തിഖ്ബാൽ വിട്ടുപോയി, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ഷക്കിൻ വി മുദ്ദത്തി മസഹിൻ, വേറൊരുദാഹരണം, മസഹിന്റെ മുദ്ദ അതിൽ സംശയിക്കുക, മസഹിന്റെ മുദ്ദ അവസാനിച്ചോ എന്ന് സംശയിക്കുക. അതായത് മസഹുൽ ഖുഫന്റെ മുദ്ദ. വനിയ്യത്ത് ഇഖാമത്തിന്, എന്ന പോലെ ഇഖാമത്തിന്റെ നിയ്യത്തുണ്ടായോ ഇല്ലേ എന്ന് സംശയിക്കുക. അത് മുസാഫിർ ഖസറാക്കി നിസ്കരിക്കുമ്പോൾ. പിന്നെ വജൂദി ആരിൽ ലിസുത്രത്തി, അതുപോലെ നഗ്നനായി നിസ്കരിക്കും, സാത്തറുൽ ഔറത്ത് കിട്ടാതെ ആരിയായി നിസ്കരിക്കുന്ന ആള്, അയാൾക്ക് എന്താണ് സിത്തറുൽ ഔറത്തിന് വസ്ത്രം കിട്ടി ഈ 2 സലാമിന്റെ ഇടയിൽ, അപ്പം എന്താകാൻ പറ്റൂല, ഇനി രണ്ടാമത്തെ സലാം കിട്ടാൻ പറ്റൂല. ഹുറൂജ് വക്ത് ജുമാഅത്തിൻ, ജുമാന്റെ സമയം കഴിയും പോലെയും. അപ്പൊ ഈ വലത്തോട്ട് സലാം വിട്ടുമ്പോൾ എന്താണ് മുസ്തഖ്ബിലുൽ ഖിബിലത്ത്, ഖിബിലക്ക് ഇസ്തിഖ്ബാലായിട്ടാണല്ലോ ഇരിക്കുക, അവിടുന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴത്തേക്ക് ആ റഹ്മത്തുള്ളാഹ് ഹാ എത്തുമ്പോൾ തിരിച്ചിൽ പൂർത്തിയാകണം. പിന്നെ ഇങ്ങ് മുന്നോട്ട് വന്നിട്ട് ഖിബിലന്റെ അഭിമുഖമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ടാണ് സലാം വിട്ടേണ്ടത്. അപ്പോൾ ഓരോ തിരിച്ചിലാണ് ഓരോ സലാം വിട്ടേണ്ടത് എന്നർത്ഥം. ഇനി വയുസന്നു ഇബ്തിദാഉഹു ഫീ കുല്ലിൻ, അതാ പറയുന്നത്, ഈ സലാമിനെ തുടങ്ങൽ സുന്നത്താണ്, ഫീ കുല്ലിൻ 2 തവണയും, മുസ്തഖ്ബിലൻ അല്ലോ, ഖിബിലയ്ക്ക് അഭിമുഖമായി തുടങ്ങണം. വഇൻഹാഉഹു, ആ സലാമിനെ അവസാനിപ്പിക്കണം, മഅ തമാമിൽ ഇൽതിഫാത്തിഹി, അവന്റെ തിരിയൽ പൂർത്തിയാകുന്നതോടുകൂടെ. അപ്പോൾ തിരിയൽ പൂർത്തിയാകുമ്പോഴാണ് സലാം അവസാനിക്കേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. നാവിയൻ അസ്സലാമ, പിന്നെ നിയ്യത്ത് ചെയ്തുകൊണ്ട്, അസ്സലാമ, സലാമിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ആണ് സലാം വിട്ടേണ്ടത്. പിന്നെ അപ്പോ അക്മലുഹു അസ്സലാമു എന്നല്ലേ, അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാലേ ബറക്കാത്തു ഇല്ലാതെ അവൻ പറയണം, അവൻ സലാം വിട്ടണം. എങ്ങനെ? മുൽത്തഫിത്തൻ എന്ന് പറഞ്ഞു. എന്ന പോലെ അപ്പൊ ആ സലാം വിട്ടുന്ന ആളുണ്ടല്ലോ, അയാളെന്ന ഹാലാണ് മുൽത്തഫിത്തൻ. എന്ന പോലെ നാവിയൻ അൽ മുസല്ലി, അത് ആ സലാം വിട്ടുന്ന നിസ്കരിക്കുന്ന ആള്. അപ്പൊ ആ മുൽത്തഫിത്തൻ നാവിയൻ എന്നൊക്കെ പറഞ്ഞതിന്റെ ഫായില് ഒരു അറിയപ്പെട്ട മുസല്ലിയിലേക്കാ, അയാളെന്ന ഹാലാണ്. ഇമാമൻ, ആ മുസല്ലി ഇമാമായാലും ഔ മൗമൂമൻ, മൗമൂമാണെങ്കിലും ഔ മുൻഫരിദൻ, ആരാണെങ്കിലും. മുൽത്തഫിത്തന്റെ അവിടെ ഇത് പറയാഞ്ഞത്, ഇവിടെ നിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിൽ ഇമാമും മൗമൂമും ഒക്കെ ശേഷം വ്യത്യാസം വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു. ഇവിടെ എല്ലാവരും കരുതണം അസ്സലാമ അലാമൻ, ഒരാളിന് സലാം ചെല്ലുന്നു എന്ന് കരുതണം. ഇൽത്തഫത്ത ഇലൈഹി, അവനിലേക്ക് ഇവൻ തിരിഞ്ഞിട്ടുണ്ട്, അവനിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മന്ന് ആരാണ്? മിമ്മൻ അൻ യമീനിഹി, ഇവന്റെ വലതുഭാഗത്തുള്ള ഒരാള്. അമ്മൻ എന്ന് പറഞ്ഞതിന് ബയാന, മിമ്മൻ അൻ യമീനിഹി ബിത്തസ്ലീമത്തില്ലൂല, ഒന്നാമത്തെ സലാം കൊണ്ട് അയാൾക്ക് സലാം കിട്ടുന്നു എന്ന് കരുതണം. അൻ യസാരിഹി, ഇടതുഭാഗത്തുള്ള ഒരാള്. ബിത്തസ്ലീമത്തി സാനിയത്തി, ഇടതുഭാഗത്തുള്ള ആള്, അയാൾക്ക് സലാം കിട്ടുന്നു എന്ന് കരുതണം രണ്ടാമത്തെ സലാം കൊണ്ട്. അത് ആരാ? വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ ഉള്ളത് മലായിക്കത്തിന്, മലക്കുകളുണ്ട്. വ മൂമിനി ഇൻസിൻ വ ജിന്നിൻ, ഇൻസ് ജിന്ന് പിന്നെ എല്ലാവർക്കും സലാം കിട്ടാൻ പറ്റൂലല്ലോ, അവരിൽ നിന്ന് മോമിനീങ്ങൾക്കല്ല സലാം കിട്ടാൻ പറ്റുള്ളൂ, കാമിലായ മോമിനീങ്ങളാ,
അപ്പോൾ സുന്നികളാണ്, പിന്നെ അവർക്കെല്ലാം സലാം ചൊല്ലാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഈ ജിന്ന് ഇൻസിൽ നിന്നുള്ള മോമിനീങ്ങൾക്കും ആ മലായിക്കത്തിൻ്റെ അവിടെ പിന്നാത്ത വിശദീകരണം വേണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ കൊടുക്കാഞ്ഞത്. ലിൽ ഹദീസിൽ ഹസനി ബിദാലിക്ക, ഇങ്ങനെ നിയ്യത്ത് ചെയ്തു എന്നുള്ളത് ഹസനായ ഹദീസ് ഉണ്ട്. അപ്പൊ ഈ വലതുഭാഗത്ത് ഇടതുഭാഗത്തൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞാൽ എവിടെ ഇവന് നിസ്കരിച്ച ആ സ്ഥലത്ത് മാത്രമുള്ളതാ, അല്ല ദുന്യാവിന്റെ അങ്ങേയറ്റം വരെ എന്നൊക്കെ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബുഷറൽ കരീമിലാന്ന് തോന്നുന്നുണ്ട്. ദുന്യാവിന്റെ അങ്ങേയറ്റം വരെ ഇവന്റെ വലതുഭാഗത്തുള്ള മലക്കുകള്, മോമിനി ജിന്നീൻസ് ഇടതുഭാഗത്തുള്ള അങ്ങനെ അത്ര ഖാലൽ അസ്നവി. അപ്പൊ അത്ര ആളിനാണ് അവർ സലാം പറയുന്നത് അർത്ഥം. ഇമാം ഖാലൽ അസ്നവി വലാശക്ക ഫീ നദ്ബിസ്സലാമി അലൽ മുഹാദി അയ്ല. ഇപ്പൊ വലതുഭാഗത്തും ഇടതുഭാഗത്തുള്ളവർക്ക് സലാം വീട്ടൽ കരുതാന്നാണ്. അപ്പോൾ നേരെ ഉള്ളവരോ, നേരെ എന്ന് പറഞ്ഞാൽ മുമ്പിലും ബാക്കിലുള്ളവര്, അതാ മുഹാദി എന്ന് പറഞ്ഞത്, ഐലൻ അവർക്കും സലാം കരുതൽ സുന്നത്തുണ്ട്. ഫീ നദ്ബിസ് സലാമി എന്ന് പറഞ്ഞാൽ ഫീ നദ്ബി നിയ്യത്തി സലാമി എന്നർത്ഥം. പിന്നെ അവരെയും കരുതൽ സുന്നത്തുണ്ട് എന്നതിൽ ശക്കില്ല. ഫയൻവീഹി, അപ്പൊ അവനെയും കരുതണം, മുഹാദിയെയും കരുതണം, അലാമൻ ഖൽഫഹു അമാമഹു. പിന്നെ അല്ല ഫയൻവീഹി എന്ന് പറഞ്ഞാൽ സലാമിനെ കരുതണം. എൻവീഹി സലാമിനെ കരുതണം. ആർക്ക് സലാം? അലാമൻ ഖൽഫഹു, അവന്റെ പിന്നിലുള്ളവന്റെ മേലില്, അമാമഹു അവന്റെ മുന്നിലുള്ളവന്റെ മേലില് സലാം ചൊല്ലുന്നു എന്ന് കരുതണം. ബി അയ്യിഹി മാഷ, അത് ഏതുകൊണ്ടായാലും കുഴപ്പമില്ല, വലത്തോട്ടുള്ളത് കൊണ്ടായാലും ഇടത്തോട്ടുള്ളത് കൊണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ വൽ ഊല ഔല, ഒന്നാമത്തെ കൊണ്ട് കരുതലാണ് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ വയൻവിൽ ഇമാമു വൽ മൗമൂമു, ഇനി ഇമാമും മൗമൂമും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതേണ്ടതാ പറയുന്നത്. നേരത്തെ പറഞ്ഞ മൊത്തം മലക്കും മൂമിനിൽ ജിന്നി വൽ ഇൻസി അതാ പറഞ്ഞത്. ഇനി ഇമാമും മൗമൂമും കരുതണം. കമാ ഉലിമ മിമ്മ തഖററ, മൗമൂമും കരുതണം എന്നുള്ളത് അറിയപ്പെട്ടു എന്നാ. മുസന്നിഫ് ഇമാമിനെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇമാമിനെ മാത്രം പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു. വഹിത്താജ ലഹു, ആ ഇമാമിനെ പറയലിലേക്ക് മുസന്നിഫിന് ആവശ്യമായി. ലിയല്ല യഗ്ഫുല, ആ ഇമാമ് ഗാഫിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അനിൽ മുക്തദീന, മുക്തദീങ്ങളെ അവനെ തുടർന്ന് നിസ്കരിക്കുന്നവരെ അവരെ തൊട്ട് ഗാഫിലാകാതിരിക്കുക. അവരെ തൊട്ട് ഗാഫിലാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സലാമിനെ കരുതുന്നതിനെ തൊട്ട് ഗാഫിലാകാതിരിക്കുക. അതിനുവേണ്ടിയാണ് ഇമാമിനെ എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ ഇമാം മാത്രമല്ല മൗമൂമും അങ്ങനെയാണ്. അപ്പോൾ വൽ മൗമൂമൂന്ന് അത്ഫി ചെയ്ത് പറഞ്ഞതിനാണ് തെളിവ് പറഞ്ഞത് കമാ ഉലിമ മിമ്മ തഖററാൻ. പിന്നെ അത് എവിടെ ഉറപ്പിച്ചത്? നേരത്തെ മുസല്ലി എന്ന് പറഞ്ഞിട്ട് ഇമാമൻ ഔ മൗമൂമൻ എന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് അറിഞ്ഞ പോലെ. അപ്പോ അസ്സലാമ, ഇമാമും മൗമൂമും സലാമിനെ കരുതണം. ആർക്ക് സലാം ചൊല്ലുന്നു? ഐ ഇബ്തിദാ അഹു അലൽ മുക്തദീന, സലാമ് തുടങ്ങുന്നു എന്ന് കരുതണം. മറ്റേത് സലാം വിട്ടുന്നു എന്ന് കരുതി അവിടെ പിന്നെ മടക്കൽ കരുതാനില്ല. കാരണം അവിടെ ഇരിക്കുന്ന മലക്കളും മറ്റൊരുവരൊന്നും എന്താണ് അപ്പൊ സലാം കേട്ട് മടക്കുന്ന അതല്ലല്ലോ. ഇവരാണ് ഇമാമും മൗമൂമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം ചൊല്ലലും മടക്കലും കരുതേണ്ടത്. അതാണ് ഇപ്പൊ പിന്നെ പറയുന്നത്. സലാമിനെ കരുതണം എന്ന് പറഞ്ഞാൽ ഇബ്തിദാഹു, ഇമാമ് സലാം തുടങ്ങുന്നു എന്ന് കരുതണം. മലൽ മുക്തദീന, മുക്തദീങ്ങൾ മൗമൂമിങ്ങളുടെ മേല്. ഫയൻവീഹി, അപ്പോ ആ സലാമിനെ കരുതണം. കുല്ലുൻ, ഓരോരുത്തരും എന്ന് പറഞ്ഞാല് ആ ഇമാമും മൗമൂമും ഓരോരുത്തരും കരുതണം. അലാമൻ അൻ യമീനിഹി, ഒരാളിന് സലാം ചെല്ലുന്നു എന്ന് കരുതണം. അൻ യമീനിഹി, വലതുഭാഗത്തുള്ള ആളിന് സലാം ചെല്ലുന്നു എന്ന് കരുതണം. ബിൽ ഊല, ഒന്നാമത്തത് കൊണ്ട്, ഒന്നാമത്തെ സലാം കൊണ്ട് കരുതണം എന്നാ. പിന്നെ വല്ലൂല അഫ്ലലു, അല്ല അതെ ബില്ലൂല, പിന്നെ വലാമൻ അന്യസാരി, പിന്നെ ഇടതുഭാഗത്തുള്ള ആളിന് സലാം ചെല്ലുന്നു എന്ന് കരുതണം. ബിസാനിയത്തി, രണ്ടാമത്തത് കൊണ്ട് സലാം ചെല്ലുന്നു എന്ന് കരുതണം. വലാമൻ ഖൽഫഹു ഔ അമാമഹു, മുന്നിലും പിന്നിലും ഉള്ളവർക്ക് സലാം ചെല്ലുന്നു എന്ന് കരുതണം. ഫിൽ മൗമൂമി, മുന്നിലും പിന്നിലും ഉണ്ടാകല് എന്താണ്? മൗമൂമിങ്ങൾക്കെല്ലാം ഉണ്ടാവുള്ളൂ, ഇമാമിന് മുമ്പിലുണ്ടാവില്ലല്ലോ. അലാമൻ ഖൽഫഹു എന്ന് പറഞ്ഞത് എന്താണ്? രണ്ടാളും. അമാമഹു എന്ന് പറഞ്ഞതോ മുമ്പിലുള്ളത് അത് മൗമൂമിൽ മാത്രമേ ഉള്ളൂ, ഇമാമിന്റെ മുമ്പിൽ വേറെ ആളുണ്ടാവില്ല. ബി അയ്യിഹി മാഷാ, ആ രണ്ടിൽ ഏതെന്തെങ്കിലും ഒന്നുകൊണ്ട് എന്ത് സലാം ചൊല്ലുന്നു എന്ന് കരുതണം. വല്ലൂല അഫ്ലലു എന്ന് പറഞ്ഞു. പിന്നെ വഹും, അപ്പൊ മൗമൂമിങ്ങൾ എന്ത് കരുതണം? സലാം അടക്കുന്നു എന്നും കരുതണം. അതാ വഹും
ഐ അൽ മുക്തദൂന യുസന്നു ലഹും അവർക്ക് സുന്നത്താണ് യൻവു അവർ കരുതണം മറദ്ദ സലാം മടക്കുന്നു എന്ന് കരുതണം അല ബഅലിഹിം ആ മഅ്മൂമിങ്ങളിൽ നിന്ന് തന്നെ ബഅലിന് സലാം മടക്കുന്നു. അതായത് ഇങ്ങോട്ട് സലാം വീട്ടിയുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അങ്ങോട്ട് മടക്കുന്നു എന്ന് കരുതണം. മിമ്മൻ സല്ലമ അലൈഹിം ആ ബഅല് ഇവർക്കാരാണോ സലാം ചൊല്ലിയത് അവർക്ക് മടക്കുന്നു എന്ന് കരുതണം. അലൈഹി ഐ അൽ ഇമാമി ഇമാമിനും സലാം മടക്കുന്നു എന്ന് കരുതണം. പിന്നെ ഫമൻ അൻ യമീനിൽ മുസല്ലിമി അപ്പോൾ സലാം ചെല്ലിയവന്റെ വലതുഭാഗത്തുള്ളവൻ, സലാം ചെല്ലിയവനും മൗമൂമാണ്, അവന്റെ വലതുഭാഗത്തുള്ളവനും മൗമൂമാണ്. യൻവിഹി ആ സലാമിനെ കരുതണം അലൈഹി ഈ മുസല്ലിമിന്റെ മേല്. അവന് അവന്റെ വലതുഭാഗത്തുള്ളവനാവുമ്പോൾ ഇവൻ അവന്റെ അടുത്തുഭാഗത്തായിരിക്കും. അപ്പോൾ ബിസാനിയത്തി രണ്ടാമത്തത് കൊണ്ട് റദ്ദ് അലൈഹി എന്ന് പറഞ്ഞാൽ ആ മുസല്ലിമിന്റെ മേൽ റദ്ദിനെ കരുതണം എന്നാ, ഇബ്തിദാ അല്ല. ബിസാനിയത്തി വമൻ അൻ യസാരിഹി പിന്നെ ഒരുത്തൻ അൻ യസാരിഹി ആ മുസല്ലിമിന്റെ ഇടതുഭാഗത്തുള്ള ഒരുത്തൻ യൻവിഹി ആ റദ്ദുസലാമിനെ കരുതണം. ബില്ലൂല ഒന്നാമത്തത് കൊണ്ട് കരുതണം. വമൻ ഖൽഫഹു അമാമഹു പിന്നിലും മുന്നിലുള്ളവർക്ക് റദ്ദ് ചെയ്യുന്നു സലാം അടക്കുന്നു എന്ന് കരുതണം. ബി അയ്യിഹിമാ ഷാഅ രണ്ടിലേതുകൊണ്ടും ആകാം. വൽ ഊല അഫ്ളലു ഖബരി അബീദാവൂദ വഗൈരിഹി ബിദാലിക അബൂദാവൂദിന്റെ ഗൈറിന്റെ ഹദീസിൽ ഇത് ഉണ്ട്. പിന്നെ വസ്തുഷ്കില ഇവിടെ ഒരു ഇഷ്കാല് പറഞ്ഞിട്ടുണ്ട്. മാതുക്കിറ ഫീമൻ അൻ യസാരിഹി അതായത് ഇമാമ് ഇടതുഭാഗത്തുള്ളവർക്ക് സലാം ചൊല്ലുന്നു എന്ന് കരുതണം. രണ്ടാമത്തെ സലാം കൊണ്ട് എന്നല്ലേ പറഞ്ഞേ. അതിനു മുമ്പ് തന്നെ എന്തായി പോയിട്ടുണ്ടാവും, ആ ഇടതുഭാഗത്തുള്ളവർ സലാം വീട്ടിക്കഴിഞ്ഞെങ്കിലോ അപ്പോൾ പിന്നെ മടക്കുന്നല്ലേ കരുതേണ്ടത്, ചൊല്ലുന്നല്ലോ. അതാ വസ്തുഷ്കില മാതുക്കിറ. മാതുക്കിറ എന്ന് പറഞ്ഞത് ഇത് തന്നെ നിഹായ പറയുന്നുണ്ട്. കൗനുല്ലതി അൻ യസാരിൽ ഇമാമി യൻവി അറദ്ദ അലൈഹി ബില്ലൂല എന്ന്. ഇമാമ ഇടതുഭാഗത്തുള്ളവന് രണ്ടാമത്തെ സലാം കൊണ്ട് സലാം ചെല്ലുന്നു എന്ന് കരുതൽ ഇഷ്കാലാക്കിയിട്ടുണ്ട്. അതാ ഫീമൻ അൻ അലാ യസാരിഹി ഒരാളിൽ പറഞ്ഞ ഒന്ന്, അലാ യസാരിഹി ഇമാമിന്റെ ഇടതുഭാഗത്തുള്ള ഒരാളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, അത് ഇഷ്കാലാക്കപ്പെട്ടിട്ടുണ്ട്. ബി അന്നൽ ഇമാമ ഇമാമ് ഇന്നമാ യൻവീഹി ആ സലാമിനെ കരുതും അലൈഹി പിന്നെ ഈ ഇടതുഭാഗത്തുള്ളവന്റെ മേല് കരുതല് ബിസാനിയത്തി രണ്ടാമത്തത് കൊണ്ട് കരുതല്. ഫകൈഫ യറുദ്ദു ഖബ്ല സലാമി അലൈഹി അപ്പൊ ഇമാം അവന്റെ മേല് രണ്ടാമത്തത് കൊണ്ട് എന്ത് സലാം ചെല്ലുന്നു എന്നേ കരുതുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇവൻ എന്താണ് വലത്തോട്ട് സലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ വലതുഭാഗത്തുള്ളവനിക്ക് സലാം മടക്കുന്നു എന്നല്ലേ കരുതേണ്ടത് അല്ലെ. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്, അവസാനം പറഞ്ഞതല്ലേ വലതുഭാഗത്തുള്ളവന് സലാം മടക്കുന്നു എന്ന് കരുതണം. അപ്പൊ ഇമാമിന്റെ ഇടതുഭാഗത്തുള്ള ആള് ഇമാമിന് സലാം മടക്കുന്നു എന്ന് പറഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം എന്ത് ചെയ്യുന്നത്, ഈ ചെല്ലിയവന് സലാം ചൊല്ലുന്നു എന്ന് കരുതല. അപ്പൊ മടക്കല അധ്യായില്ലേ എന്ന്. ഇപ്പൊ കൈഫ യുറദ്ദു ഖബ്ല സലാമി അലൈഹി ആ സലാം എങ്ങനെ മടക്കുക, അല്ലെ കൈഫ യറുദ്ദു അല്ലെ യുറദ്ദു അവന്റെ മേലെ സലാം ചൊല്ലുന്നതിന് മുമ്പ് എങ്ങനെ മടക്കുക എന്നാ ഇഷ്കാല്. വെറുദ്ദ അതിന് മറുപടി പറഞ്ഞ് ബി അന്നതാ കൈപ്പറഞ്ഞത് മബിനിയുൻ അലല്ല സഹിയ സഹിന്റെ മേലെടുത്ത എന്താ സഹ് അന്നൽ ഔലാലിൽ മൗമൂമി മൗമൂമിന് ഔല യുഅഖിറ തസ്ലീമഹു അവൻ സലാം വീട്ടലിനെ പിന്തിക്കലാണ് ഇല ഫറാഗി തസ്ലീമത്തയിൽ ഇമാമി ഇമാമിന്റെ രണ്ട് സലാമും കഴിയുന്നത് വരെ പിന്തിക്കലാണ്. അപ്പൊ ഇമാമ് രണ്ട് സലാമും കഴിഞ്ഞതിന് ശേഷമാണ് മൗമൂമ ആദ്യത്തെ സലാം ചെല്ലേണ്ടത്. അപ്പൊ രണ്ടാമത്തെ സലാം കൊണ്ട് ഇമാമ ഇടതുഭാഗത്തുള്ളവർക്ക് സലാം ചെല്ലുക എന്ന് കരുതിയിട്ടുണ്ട്. പിന്നെ ഈ ഇടതുഭാഗത്തുള്ളവര് വലത്തോട്ട് സലാം വിട്ടുമ്പോൾ ആ സലാമിന്റെ ശേഷമാണല്ലോ വരിക. അപ്പൊ മടക്കുന്നു എന്നും കരുതണം. അപ്പൊ റെഡിയായി. അപ്പൊ അതിനു മുമ്പ് ഒരുത്തനെങ്കിൽ സലാം വിട്ടിയെങ്കിലോ അപ്പൊ വലതുഭാഗത്തുള്ള ഇമാമിന് എന്താക്കുക സലാം ചെല്ലുക എന്ന് കരുതണം. അപ്പൊ ഇമാമ് സലാം അടക്കാന്ന് കരുതേണ്ടി വരും. അങ്ങനെ വഹ്തിയാജുസലാമിൽ നിയ്യത്തിൻ ഇവിടെ എന്തിനാ സലാമിന് നിയ്യത്ത് എന്തിനാ വലതുഭാഗത്തുള്ളവർക്ക് ഇടതുഭാഗത്തുള്ളവർക്ക് ഇങ്ങനെ നിയ്യത്താക്കേണ്ട ആവശ്യം എന്താ? അതാ വഹ്തിയാജുസലാമിൽ നിയ്യത്തിൻ ബി അന്നഹു ലാ മഅനാ ലഹ അതും ഇഷ്കാലാക്കപ്പെട്ടു. വസ്തുഷ്കില മാതുക്കിറ എന്ന് പറഞ്ഞില്ലേ, ആ മാതുക്കിറന്റെ മേലെ എത്തുഫാണ്.
അപ്പൊ സലാം നിയ്യത്തിലേക്ക് ആവശ്യമാകും എന്നത് ഇഷ്കാലാക്കപ്പെട്ടു ബിഅന്നഹു ലാ മഅനാ ലഹാ എന്തു പറഞ്ഞുകൊണ്ട് ആ നിയ്യത്തിന് അർത്ഥമില്ലല്ലോ, അതിന്റെ അർത്ഥമില്ല. കാരണം എന്താ, ഫഇന്നൽ ഖിതാബ കാഫിൻ ഫിസ്സർഫി ഇലൈഹിം, ആ ഖിതാബ് അലൈക്കും എന്ന് പറഞ്ഞിട്ടല്ലേ സലാം കിട്ടുന്നത്, ആ ഖിതാബ് മതിയല്ലോ. ഫിസ്സർഫി എന്ന് പറഞ്ഞാൽ ഈ സലാമിനെ തിരിക്കുക, ഇലൈഹിം ഈ വലതുഭാഗത്തുള്ളവരിലേക്ക് ഇടതുഭാഗത്തുള്ളവരിലേക്കൊക്കെ തിരിക്കുന്നതിന് ആ കാഫ് തന്നെ മതിയല്ലോ. പിന്നെ എന്തിനാ വേറൊരു നിയ്യത്ത് എന്തിനാണ്? അതുകൊണ്ട് ആ നിയ്യത്ത് അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇത്തറാൽ പറഞ്ഞു. ഫയ്യു മാനല്ലഹ, അപ്പൊ എന്ത് മാനയാണ് നിയ്യത്തിന്? വസ്സരീഹു ലാ യഹ്താജു നിയ്യത്തിൻ, ഈ കാഫാണെങ്കിൽ സ്വരീഹല്ലേ, ഈ കാഫ് സരീഹാണ്, അവർക്കാണ് ഈ സലാം പറയുന്നത് എന്നുള്ളതിന്. പിന്നെ സ്വരീഹായ പദം ഉച്ചരിച്ചിട്ട് പിന്നെ നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് കിനായത്താവുമ്പോഴല്ലേ നിയ്യത്തുള്ളൂ ആവശ്യമുള്ളൂ എന്നിങ്ങനെ ഇത്തറാദ് പറഞ്ഞത്. വമിൻ സമ്മ, ഇങ്ങനെ ആയതുകൊണ്ടാണ് ലമ്യഹത്തജിലഹൽ മുസല്ലിമു ഖാരിജ സലാത്ത് ഫി അദായി സുന്നത്തി, ലമ്യഹത്തജിലഹ ആ നിയ്യത്തിലേക്ക് ആവശ്യമായില്ല, അൽ മുസല്ലിമു സലാം ചെല്ലുന്ന ആള് ഖാരിജ സലാത്ത് നിസ്കാരത്തിന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം ചെല്ലുമ്പോ നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഏതില്? ഫി അദായി സുന്നത്തി, സുന്നത്ത് വീട്ടുന്നതിൽ ആവശ്യമാകാത്തത് ഇതുകൊണ്ടാണ്. ഏത്? സരീഹ് ലാ യഹ്താജു നിയ്യത്തിനെന്നും ഖിതാബ് കാഫിൻ ഫിസ്സർഫി ഇലൈഹിം എന്നിങ്ങനെ പറഞ്ഞ കാരണത്താലാണ്. വമിൻ സമ്മ, പിന്നെ അപ്പൊ അതിന് മറുപടി വയുജാബു, മറുപടി എന്താ? ബിഅന്നൽ മുസല്ലിമ, സലാം ചെല്ലുന്ന ആള് ഖാരിജഹ, നിസ്കാരത്തിന്റെ പുറത്തു വെച്ച് സലാം ചെല്ലുന്ന ആള് ലം യൂജദ് ലി സലാമിഹി, അവന്റെ സലാമിന് എത്തിക്കപ്പെട്ടിട്ടില്ല, സാരിഫുൻ ഒരു സാരിഫ് എത്തിക്കപ്പെട്ടിട്ടില്ല, അൻ മൗദൂഇഹി ആ സലാമിന്റെ വിഷയത്തിനെ തൊട്ട്, അതെന്തിനാണോ നിശ്ചയിച്ചിട്ടുള്ളത് അതിനെ തൊട്ട് തിരിക്കുന്ന ഒരു കാര്യം അവിടെ ഇല്ല. അപ്പൊ അതങ്ങനെ തന്നെ ആ ഖിതാബ് അത് മതി. ഫലം മെഹത്തജിലഹ, അപ്പൊ അവൻ നിയ്യത്തിന് ആവശ്യമായില്ല. അമ്മാ ഫിഹ, അപ്പൊ നിസ്കാരത്തിൽ സലാം ചെല്ലുന്നവൻ, നിസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് സലാം ചെല്ലുന്നവൻ എന്നർത്ഥം. ഫകൗനുഹു വാജിബൻ, ആ സലാം വാജിബാണ് എന്നുള്ളത്, ഫിൽ ഖുറൂജ് മിന്ന, നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടാൻ ആ സലാം വാജിബാണ് എന്നുള്ളത്, സാരിഫുൻ അത് സാരിഫ് തിരിക്കുന്ന കാര്യമാണ്. ഇൻസിറാഫിഹി, ആ സലാം എന്താണ് തിരിയുന്നതിനെ തൊട്ട് തിരിക്കുന്ന കാര്യമാണ്. ആരിലേക്ക് തിരിയുക? അലിൽ മുക്തദീന, മുക്തദീങ്ങളിലേക്ക് തിരിയുക. ബിന്നിസ്ബത്തിൽ സുന്നത്തി, സുന്നത്തുകളെ നോക്കിയിട്ട് മൗമൂമിങ്ങളിലേക്ക് തിരിയണമല്ലോ. അപ്പൊ ആ മൗമൂമിങ്ങളിലേക്ക് തിരിയുന്നതിനെ തൊട്ട് പിന്നെ ഒരു സാരിഫാണ്. അപ്പൊ ഇത് പിന്നെ സലാം കിട്ടുമ്പോ ഇത് നിസ്കാരത്തിൽ നിന്ന് തഹല്ലുലാകുന്നതിന് വുജൂബായ സലാമാണിത്. അപ്പൊ അത് അതിലേക്കേ തിരിയുള്ളൂ. ഈ അപ്പുറപ്പുറം ഇരിക്കുന്നവർക്ക് സലാം ചെല്ലുന്നു സലാം അടക്കുന്നു എന്നത് അത് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഫഹ്തീജ ലഹ, അപ്പോ ഈ സലാം ആവശ്യമായി, ലഹ നിയ്യത്തിലേക്ക് ആവശ്യമായി, ലിഹാദ സാരിഫ്, ഈ സാരിഫ് ഉള്ളതുകൊണ്ട്. വൈങ്കാന സരീഹൻ, ആ സലാം സരീഹാണെങ്കിലും ആ ഖിതാബ് കൊണ്ടിട്ട് അത് സരീഹാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സാരിഫ് ഉള്ളത് കൊണ്ടാണ് നിയ്യത്തായ വിഷയം വന്നത്, കിനായത്തായതുകൊണ്ടല്ല. ഇത് ഹുവ ഇൻദ സാരിഫി യുഷ്തറത്തു ഫിഹൽ ഖസ്ദു, കാരണം ആ സരീഹ് തന്നെ, ഇത് ഹുവ സരീഹ് ഇൻദ സാരിഫി, സാരിഫ് ഉണ്ടാകുമ്പോൾ യുഷ്തറത്തു ഫിഹി ആ സരീഹിൽ അൽ ഖസ്ദു, നിയ്യത്ത് ആവശ്യമുണ്ട്. ഇനി ഉൽഹിഖത്തി സാനിയത്തു ബില്ലൂല ഫി ദാലിക, അപ്പൊ ഇത് ഒന്നാമത്തെ സലാമിനല്ലേ ഉള്ളൂ. ഏത്? ആ നിസ്കാരത്തിൽ നിന്ന് തഹല്ലുലാകുന്നതിന് വാജിബായ സലാം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേനല്ലേ ഇക്കാരണം പറയാൻ പറ്റും. അപ്പൊ പിന്നെ രണ്ടാമത്തെ എന്തിനാണ് നിയ്യത്ത് ആവശ്യമായത്? അത് അതിന് പറയുന്നു ഉൽഹിഖത്തി സാനിയത്ത്, രണ്ടാമത്തെ സലാമും ഒന്നാമത്തേനോട് ചേർക്കപ്പെട്ടു. ഫി ദാലിക, നിയ്യത്ത് ആവശ്യമാകുക എന്നുള്ള വിഷയത്തിൽ. കാരണം എന്താ? ലിഅന്ന തഅയ്യുനഹ ലഹ, കാരണം രണ്ടാമത്തെ സലാം ലഹ അത് തഅയ്യുനാണ്, ലഹ നിസ്കാരത്തിന് തഅയ്യുനാണ്. അല്ല, നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സലാമിന്റെ ബാക്കി രണ്ടാമത്തെ സലാമല്ലേ അത്? നിസ്കാരത്തിന് സുന്നത്തായതാണല്ലോ. സാരിഫുൻ ദാലിക്കൻ, അപ്പൊ അതും എന്താണ്? ഈ മൗമൂമിങ്ങളിലേക്ക് തിരിയുക എന്നതിനെ തൊട്ട് സാരിഫാണ്. അപ്പൊ അവിടെ സാരിഫ് ഉള്ളത് കൊണ്ട് നിയ്യത്ത് വേണ്ടി വന്നതാണ്. വലൗക്കാനാൻ യമീനിഹി ഔ യസാരിഹി ഗൈറു മുസല്ലി, അപ്പൊ ഇനി വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിസ്കരിക്കുന്ന ആളല്ലാത്ത വേറൊരാളുണ്ടെങ്കിലോ ലം യൽസംഹു റദ്ദു, റദ്ദ് നിർബന്ധമില്ല. നിസ്കാരത്തിന്റെ അടുത്ത് വലത്തോട്ട് ഇങ്ങനെ സലാം കിട്ടി, അവിടെ വേറൊരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പൊ അവൻ സലാം അടക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല, നിർബന്ധമില്ലെങ്കിലും സുന്നത്തുണ്ട് എന്നുണ്ട്. ലിൻസിറാഫി, കാരണം ഈ സലാം തിരിയുന്നു, ലിത്തഹല്ലുലി തഹല്ലുലേക്ക് തിരിയുന്നു, ദൂന തെമീനി, എന്താണ് തെമീനിലേക്ക് തിരിയുന്നില്ല. തെമീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആമീൻ പറയാന്നല്ല, അമാനിലാക്കുക എന്ന, സലാമിലാക്കുക. ജഅലുൽ മുസല്ലമ അലൈഹി ആമിനൻ എന്നാണ്. ആർക്കാണോ സലാം ചെല്ലുന്നത് അവനെ ആമിനാക്കുക.
അവന് അമ്ന് നൽകുക, തസ്ലീം അവന് സലാമത്ത് നൽകുക എന്നതിലേക്ക് തിരിയുന്നില്ല. അൽ മഖ്സൂദി മിന സലാമി, ആ തൗമീനാണ് സലാമ് കൊണ്ട് ഉദ്ദേശം. ഏത് സലാമ്? അൽ വാജിബ് റദ്ദുഹു, ആ സലാമിനെ മടക്കൽ നിർബന്ധമാകുന്ന സലാമിന്റെ മഖ്സൂദ് തൗമീനാണ്. അപ്പൊ ആ തൗമീന് തസ്ലീം ഉദ്ദേശിച്ചാലേ എന്താവുള്ളൂ, മടക്കൽ നിർബന്ധമല്ലോ. ഇവിടെ ആണെങ്കിലോ തസ്ലീം അല്ലല്ലോ ഉദ്ദേശം, അസ്ലു മഖ്സൂദ് തഹല്ലുലല്ലേ, അപ്പൊ മടക്കണ്ട. അതിനും പുറമെ വലിയ അന്നൽ മുസല്ലിയ, നിസ്കരിക്കുന്ന ആള് ഗൈറു മുത്താഹിലിൻ, അവൻ യോഗ്യനല്ല, അർഹനല്ല. ഖിതാബിന് അർഹനല്ല. ഒമിൻ സമ്മ, അതുകൊണ്ട് തന്നെ ലൗ സുല്ലിമ അലൈഹ, നിസ്കരിക്കുന്നവന്റെ മേൽ സലാം ചൊല്ലിയാൽ ലം യൽസംഹു റദ്ദു, അവന് മടക്കൽ നിർബന്ധമില്ലല്ലോ. ബൽ യുസന്നു, പിന്നെ അവന് മടക്കൽ സുന്നത്തേ ഉള്ളൂ. എപ്പോൾ? നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മടക്കൽ സുന്നത്തേ ഉള്ളൂ. കമായെത്തി, നിസ്കാരത്തിൽ മടക്കിയാൽ ഖിതാബ് ഉണ്ടെങ്കിൽ എന്തായി പോകും, നിസ്കാരം ബാത്തിലായി പോകില്ല. കമായെത്തി, അത് കിതാബ് സിയറിൽ വരുന്നുണ്ട്. ഖിയാസുഹു നദ്ബുഹു ഹുന അയ്ദൻ, അപ്പോ അപ്പറഞ്ഞതിന്റെ ഖിയാസ് നദ്ബുഹു, ഏത് നദ്ബ്? റദ്ദ് ചെയ്യൽ സുന്നത്താണ്. അപ്പൊ നിസ്കരിക്കുന്നവന്റെ വലതുഭാഗത്തോ അടുത്ത ഇരിക്കുന്നവർക്ക് ആ മടക്കൽ സുന്നത്താണ്. അയ്ദൻ ഹുന, ഇവിടെയും ഗൈറുൽ മുസല്ലിക്ക് സുന്നത്താണ്. അയ്ദൻ എന്ന് പറഞ്ഞാല് മുസല്ലിക്ക് സുന്നത്തായ പോലെ, മുസല്ലി ഇപ്പോ എന്താണ് റദ്ദാക്കണം എന്നാണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റദ്ദ് നിയ്യത്ത് ചെയ്യണം എന്ന പോലെ ഇവിടെയും സുന്നത്തുണ്ട്, വാജിബില്ല എന്ന് പറഞ്ഞു. ഇനി 13ാമത്തെ ഫർള് അല്ലേ. وآخر دعوانا الحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.